കൺസ്യൂമേഴ്സ് ഉള്ളതാണ്. എൻറ്റയർ വേൾഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 24 കൺട്രിയിൽ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 48 കൺട്രീസിലെ പ്രൊഡക്റ്റുകൾ ഒരു തവണയെങ്കിലും മേടിച്ചിട്ടുള്ള കൺട്രികൾ 48 രാജ്യങ്ങളുണ്ട്. റെഗുലർ ആയിട്ട് 24 രാജ്യങ്ങളിൽ ഈ പ്രൊഡക്റ്റുകൾ അരി മേടിക്കുന്ന പോലെ പ്രൊഡക്റ്റ് മേടിക്കുന്ന രാജ്യങ്ങൾ നോക്കിയിട്ട് 24 രാജ്യങ്ങളുണ്ട്. സോ ഓൺടർപ്രണർ ജേണി എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് നമുക്ക് എൻറോൾ ചെയ്യാം. അവിടെ ഒരു വിവ റീറ്റെയിലർ ആയിട്ട് വരുന്നു. പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനുള്ള ഒരു റീറ്റെയിലർ ആയിട്ട് നമ്മൾ ഇവിടത്തേക്ക് വരുന്നു. സോ ഈ റീറ്റെയിലർ ആയിട്ട് വരുന്നതിന് വേറെ മുടക്കുകളൊന്നുമില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഗംഭീരമായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ റിസർച്ചിന് വേണ്ടിയിട്ടോ നമ്മൾ 1 രൂപ പോലും നമ്മൾ മുടക്കണില്ല. അതെല്ലാം ഇൻഡസ്വാ പേ ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ 1 രൂപ പോലും മുടക്കാതെ ഇതിനെ എൻറോൾ ചെയ്യാം. സോ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു വിവ റീറ്റെയിലറായി നമ്മൾ മാറുന്നു. സോ സെക്കൻഡ്, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത്? നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 3D സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണ്. ആ 3D സപ്പോർട്ട് എന്ന് പറയുന്നത് ബിക്കോസ് ദിസ് ബിസിനസ് 21st സെഞ്ച്വറി ബിസിനസ്, 21ാം നൂറ്റാണ്ട് ബിസിനസ് ആണ്. ഷട്ടർ തുറന്ന് സാധനം പഞ്ചസാര വരുമ്പോൾ എടുത്തു കൊടുക്കുന്ന സംഭവം അല്ല അത്. സോ ഇത് 21ാം നൂറ്റാണ്ടിൽ അതിനെ നമ്മൾ പഠിക്കണം. ആ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരാണോ ഇന്ന് ഇവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്തത് നിങ്ങളുടെ സ്പോൺസർ ആയിരിക്കും. ആ സ്പോൺസർ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. രണ്ടാമത്തത് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നത് ഞാനിവിടെ പറയുന്നുണ്ടെങ്കിലും വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനി സിസ്റ്റത്തിന് ബേസ് ചെയ്തിട്ട് ആണ് ഞാനിവിടെ പറയുന്നത്. സോ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഈ ബിസിനസ് പഠിപ്പിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി എവറി വെനസ്ഡേ നിങ്ങളുടെ പേയ്മെന്റ്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ അതിന്റെ കൃത്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തരുന്നു. ആരാണോ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് കാശ്മീരിൽ ചെയ്താലും കാസർഗോഡ് ചെയ്താലും അവരുടെ അഡ്രസ്സിനകത്തേക്ക് പ്രോഡക്റ്റ് കമ്പനി എത്തിച്ചോളൂ. സോ ഇതാണ് 3 ഒന്ന് നിങ്ങളുടെ സ്പോൺസർ, ഒന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒന്ന് കമ്പനി. ഈ 3 കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ 21ാം നൂറ്റാണ്ടിലെ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് 3D സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടതാണ് സെയിൽസ് ആണ്. റീറ്റെയിലർ ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യണം. സോ ആ റീറ്റെയിൽ ചെയ്യേണ്ടത് എന്താണ്? ഇദ്ദേഹം പറയുന്നു, ധിരുഭായ് അംബാനി അദ്ദേഹം പറയുന്നതാണ്, നിങ്ങൾ ഒരു യഥാർത്ഥ ബിസിനസ്സുകാരനാകണമെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിൽക്കാൻ റെഡിയാക്കണം. അവിടെ നിന്ന് ഗ്രാജുവലി നിങ്ങൾ ഒരു ബിസിനസ്സുകാരൻ ആകുമെന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയാണ്. ബി ഗുഡ് സെയിൽസ്മാൻ. നിങ്ങളൊരു നല്ല സെയിൽസ്മാൻ ആണെങ്കിൽ ഇവൻച്വലി ഗോയിങ് എ ബിഗ് ബിസിനസ്, ഒരു വലിയ ബിസിനസ്സുകാരനായി മാറുമെന്ന് ധിരുഭായ് അംബാനി പറയുന്നു. സോ സെയിൽസ് എന്ന് പറയുന്ന ഒരു നോബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഒരിക്കലും അതൊരു ചീറ്റിംഗ് അല്ല. അതേപോലെ തന്നെ ഒരിക്കലും ഒരു ബഗ് ചെയ്യേണ്ടതല്ല സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏത് ഓഫീസ് ആയിക്കോട്ടെ, ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് ഡിവിഷൻ ആയിക്കോട്ടെ, സെയിൽസ് പീപ്പിൾ മാത്രമാണ്